ശ്രീ ജയസൂര്യൻ, അങ്ങേക്ക് അറിയാമല്ലോ, കഴിഞ്ഞ 2 ദിവസമായി നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ. ഒരു ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യം വരുന്നു. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തടവ് ശിക്ഷ അനുഭവിച്ചതാര്? സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉത്തരം നമുക്കറിയാമല്ലോ. അതുമായി ബന്ധപ്പെട്ട് ആ ചോദ്യ പേപ്പർ ഇട്ട അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുന്നതിലേക്ക്, അധ്യാപകനെതിരെ നടപടിയെടുക്കുന്നതിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് കാര്യങ്ങൾ പോകുകയാണ്. ശ്രീ ജയസൂര്യൻ, അതായത് നമ്മുടെ സംസ്ഥാനത്ത് എന്ന് താങ്കൾ പറഞ്ഞത് അടിവരയിടേണ്ട കാര്യമാണ്. നമ്മുടെ സംസ്ഥാനം പ്രത്യേകമായ ഒരു മാനസികാവസ്ഥയിൽ, അതിന്റെ തടവറയിലാണ് ഇന്ന് ജീവിക്കുന്നത്. അതായത് ദേശീയത എന്ന് പറയുന്നത് വളരെ അപകടകരമാണ്, അല്ലെങ്കിൽ കുറ്റമാണ്, മോശമാണ് എന്നുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ സംസ്ഥാനത്തിൽ നിന്നും വളർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കളെ അപമാനിക്കുക, അവരെ തള്ളിക്കളയുക എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു പതിവ് ചടങ്ങായി മാറിയിരിക്കുന്നു. അതിന്റെ തുടർച്ചയാണ് സവർക്കറെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചോദ്യം. ആ ചോദ്യം ചോദിച്ച, അല്ലെങ്കിൽ ആ ചോദ്യം എഴുതിയ അധ്യാപകനെ നിയമപരമായി നടപടിയെടുക്കുക, സസ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം ക്രൂരമായ, അങ്ങേയറ്റം രാജ്യദ്രോഹപരമായ, ദേശവിരുദ്ധമായ ഒരു നിലപാടാണ് ഇത്. ഈ വീര സവർക്കർ ആരാണ് എന്ന് അദ്ദേഹത്തെ നമ്മൾ ആരും പഠിപ്പിക്കുന്നുമില്ല. അതാണ് കേരളം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. വീര സവർക്കർ ഈ രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ തടവറയിൽ കിടന്നത് 10,020 ദിവസമാണ്. ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്ത് ബ്രിട്ടനിലും അതിന് പുറത്ത് കപ്പലിലും ഒക്കെ ആയിട്ട് അദ്ദേഹം 10,020 ദിവസം തടവറയിൽ കിടന്നു. ഓർക്കണം, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 3,259 ദിവസം തടവറയിൽ കിടന്നപ്പോൾ, മഹാത്മാഗാന്ധി 2089 ദിവസം തടവറയിൽ കിടന്നപ്പോൾ, സർദാർ വല്ലഭായ് പട്ടേൽ 1618 ദിവസം തടവറയിൽ കിടന്നപ്പോൾ, നേതാജി സുഭാഷ് ചന്ദ്രബോസ് 2920 ദിവസം തടവറയിൽ കിടന്നപ്പോൾ, ഇവരെല്ലാവരും കൂടി തടവറയിൽ കിടന്ന ആകെ ദിവസം ഒന്നിച്ചു കൂട്ടിയാൽ പോലും വിനായക ദാമോദര സവർക്കർ തടവറയിൽ കിടന്ന ആ കാലഘട്ടത്തിന്റെ ഒപ്പമെത്തില്ല. ഇത് മാത്രമല്ല, ഇപ്പോൾ ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ അദ്ദേഹം തടവറയിൽ കിടന്നത് എങ്ങനെയാണ് എന്ന് കൂടി മനസ്സിലാക്കണം. കൈവിലങ്ങിട്ട് ആ കൈവിലങ്ങ് മുകളിലേക്ക് ഉയർത്തി അതിൽ തൂക്കി നിർത്തിയത് 63 ദിവസമാണ്. കാൽക്കുഴയിൽ ഇരുമ്പ് കട്ടകൾ പിടിപ്പിച്ച് കാലുകൾ അനക്കാൻ വയ്യാത്ത രീതിയിൽ നിർത്തിയത് 160 ദിവസമാണ്. അതേപോലെ അരച്ചിരട്ട കഞ്ഞി മാത്രം കൊടുത്ത് 24 ദിവസമാണ് അദ്ദേഹത്തെ പട്ടിണി കിട്ടത്. ഏകാന്ത തടവിൽ അദ്ദേഹം കിടന്നത് 3,650 ദിവസമാണ്. ഇത്ര ഭീകരമായിട്ടുള്ള ഈ തടവറയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് തേങ്ങ പൊതിക്കണമായിരുന്നു. തേങ്ങ കടിച്ചു പൊതിച്ച് ചകിരി മുഴുവൻ കൈകൊണ്ട് കീറിയെടുത്ത് ചോര ഒലിപ്പിക്കുന്ന ആ കൈകൾ കൊണ്ട് തന്നെ കയറു പിരിക്കുന്ന ജോലി അദ്ദേഹത്തിന് കൊടുത്തു. കല്ല് പൊട്ടിക്കുന്ന ജോലി അദ്ദേഹത്തിന് കൊടുത്തു. എണ്ണയാട്ടുന്ന ചക്കിൽ നിന്ന് കാളകളെ അഴിച്ചു മാറ്റി സവർക്കറെ കെട്ടി എണ്ണയാട്ടിച്ചു. ഇതൊക്കെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യസന്ധമായ വസ്തുതകളാണ്. ഇതിനെയൊന്നും ആരും നിഷേധിച്ചിട്ടില്ല. എന്നിട്ട് ആ സവർക്കറെ ആക്ഷേപിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇന്ത്യയെയും ഇന്ത്യൻ ദേശീയതയും ആക്ഷേപിക്കുക എന്ന് തന്നെയാണ്. അതേസമയം ജവഹർലാൽ നെഹ്റു തടവിൽ കിടന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം 3,259 ദിവസം തടവറയിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന് പാലും പഴവും തൈരും ബ്രെഡും ഒക്കെ സർക്കാർ കൊടുത്തു. ബാഡ്മിന്റൺ കളിക്കാനും വോളിബോൾ കളിക്കാനുമുള്ള അവസരം കൊടുത്തു. പൂന്തോട്ടം നിർമ്മിക്കാനുള്ള സൗകര്യം കൊടുത്തു. A ക്ലാസ് തടവുകാരനായിട്ട് ആണ് അദ്ദേഹത്തെ പരിഗണിച്ചത്. പുസ്തകങ്ങൾ എഴുതാനും പുസ്തകങ്ങൾ വായിക്കാനുമുള്ള സൗകര്യങ്ങൾ കൊടുത്തു. അതുപോലെ ആയിരുന്നോ ഈ സവർക്കറോട് പെരുമാറിയത്? അതേപോലെ മഹാത്മാഗാന്ധി തടവറയിൽ കിടന്നിട്ടുണ്ട്. 2089 ദിവസം മഹാത്മാഗാന്ധി തടവറയിൽ കിടന്നിട്ടുണ്ട്. A ക്ലാസ് തടവുകാരനായിട്ടാണ് കിടന്നത്. അദ്ദേഹത്തിന് അവിടെ ആട്ടിൻപാല് പ്രത്യേകം കൊടുത്തു, പഴങ്ങൾ കൊടുത്തു, മില്ലറ്റ് കൊണ്ട് പല പല ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അദ്ദേഹത്തെ പരിചരിക്കാൻ വേണ്ടി ഭാര്യ, അതുപോലെ തന്നെ സെക്രട്ടറി മഹാദേവ ദേശായി, സരോജിനി നായിഡു, സുശീല നായർ, ഡോക്ടർമാർ, അങ്ങനെ ഒരു വലിയ നിര തന്നെ ജയിലിൽ അദ്ദേഹത്തെ പരിശോധിക്കാനും ശുശ്രൂഷിക്കാനും കൊടുത്തു. മാത്രമല്ല, അന്നത്തെ കാലത്ത്, അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിനൊക്കെ മുമ്പുള്ള കാലത്ത് പ്രതിമാസം 100 രൂപ ഗാന്ധിജിയുടെ ചെലവിന് വേണ്ടി പ്രത്യേകം സർക്കാർ അനുവദിച്ചും കൊടുത്തു. അതുപോലെ അല്ലല്ലോ ഇദ്ദേഹം ജയിലിൽ കിടന്നത്. എത്ര ക്രൂരമായ രീതിയിലാണ്. ഇതൊക്കെ കാലാപാനി എന്നൊക്കെയുള്ള സിനിമയിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്.
പക്ഷെ എന്നിട്ടും അദ്ദേഹത്തെ ആക്ഷേപിക്കുകയാണ്. അദ്ദേഹത്തെ ആക്ഷേപിച്ചതിന്റെ പേരിൽ സുപ്രീം കോടതി നമ്മുടെ രാഹുൽ ഗാന്ധിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതും താക്കീത് നൽകിയതും, ഇനി ഇത് ആവർത്തിച്ചാൽ, വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചാൽ സ്വമേധയാ കോടതി കേസെടുക്കുമെന്ന് മുന്നറിയിപ്പും കൊടുത്തു. എന്നിട്ട് പോലും ഇപ്പോഴും ഈ ആക്ഷേപം തുടരുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കേരളത്തിൽ ഇന്ന് തുടരുന്ന ദേശവിരുദ്ധതയുടെയും അതേപോലെ ഭാരതവിരുദ്ധമായ മനോഭാവത്തിന്റെയും പ്രകടമായ രൂപമാണ്. അതിനുള്ള രാഷ്ട്രീയ അന്തരീക്ഷം ഇവിടെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെയുള്ള ആക്ഷേപങ്ങളും നിരന്തരമായിട്ടുള്ള ഇത്തരം ആരോപണങ്ങളും ആവശ്യമില്ലാത്ത സമയത്ത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്.